ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ച നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ച, പാരമ്പര്യം എന്നുള്ള ആ ഒരു ഘടകം അതെങ്ങനെയാണ്, അപ്പോൾ ഇന്ന് ആരോഗ്യത്തിലൂടെ എങ്ങനെ ഈ പാരമ്പര്യത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാം, എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് സനൽ സാറിനോട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് സനൽ സാറിനെ ശ്രദ്ധിക്കാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സനൽ സാറിനെയും. സനൽ സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, and good evening, one and all. നമസ്കാരം. ടോപ്പിക് അങ്ങനെ വലുതായി പോവാ. അതുകൊണ്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സാം ഒക്കെ പോലെ ആയിപ്പോയി. പ്രിപ്പറേഷൻ കഴിഞ്ഞെന്ന് പറയാ, എന്നാ ഒന്നും എവിടെ എത്താത്ത പോലെ. എന്തായാലും നമുക്ക് എക്സാം എഴുതണമല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ആ ഡിസ്കഷന് ശേഷം അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ കൂടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്, എന്നാൽ അതിന്റെ ഒന്നിച്ച് തന്നെ അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിന്റെ ഒരു രീതിയിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. സോ ആരോഗ്യം തീർച്ചയായും നമ്മുടെ കയ്യിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. ജസ്റ്റ് ഒരു അത്തരം ഒരു ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അതിനും മുകളിൽ മുത്തച്ഛന്മാർക്കോ ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും നമ്മുടെ ആരോഗ്യം അടിയറ വയ്ക്കേണ്ടതില്ല. ആ ഒരു കാര്യത്തിലേക്കും അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഇനീഷ്യലി ഞാനൊരു പ്രസന്റേഷൻ ചെയ്യാം. ബട്ട് അതിനുശേഷം നമുക്കൊരു ഹെൽത്തി ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാൻ തോന്നുന്നു അല്ലേ? ഓക്കെ സാർ. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സ്ലൈഡുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. എപ്പിജെനറ്റിക്സിൽ പാരമ്പര്യ രോഗങ്ങൾ പാരമ്പര്യം തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള സിർക്കാഡിയൻ റിതമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീനുകളുടെ ലെവലിലുള്ള ഓൺ ആൻഡ് ഓഫ് നമ്മൾ കണ്ടു. ഒന്നിച്ച് തന്നെ ക്രോമോസോമുകൾ, അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കോശത്തിൽ നിന്ന് ക്രോമോസോമിലേക്കും ക്രോമോസോമിൽ നിന്ന് DNA-യിലേക്കും DNA-യിൽ നിന്ന് ജീനിലേക്കും നമ്മൾ എത്തി. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രോമോസോമുകൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്, അച്ഛന്റെ ഒരു കോപ്പി അമ്മയുടെ ഒരു കോപ്പി, ഇത് രണ്ടും കൂടിയിട്ട് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കോഡിങ് എങ്ങനെ വരുന്നു, ജീൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ജീൻ എക്സ്പ്രഷനിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും അല്ലെങ്കിൽ DNA-യിൽ നിന്ന് RNA-യിലേക്കും RNA-യിൽ നിന്ന് പലതരത്തിലുള്ള പ്രോട്ടീനിലേക്കും എങ്ങനെ പോകുന്നു, അതുകൊണ്ട് എങ്ങനെ ഫങ്ഷൻസ് നടക്കുന്നു എന്നുള്ളതും, പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകളും അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള വൈറസുകൾ കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുമൊക്കെ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, ഒപ്പം തന്നെ ജനിതകപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളില്ല, ഗാലക്ടോസോമിയ പോലെയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈവൻ കണ്ണിന്റെ കളറോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് മുതലകളിലെ കാര്യങ്ങൾ, ഇരട്ടകളിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്, ഒരാളിൽ എങ്ങനെയാണ് ഉയരം വയ്ക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാണ്, അത് എന്തുകൊണ്ടൊക്കെ ബാഹ്യ ഘടകങ്ങളുമായിട്ട് എഫക്റ്റ് ആവുന്നു. അതുപോലെ തന്നെ പല സ്റ്റഡീസ്, ലാബിൽ നടന്ന പല സ്റ്റഡീസും ഒക്കെ കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, നാച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം DNA ആണെങ്കിൽ, അല്ലെങ്കിൽ ജീനുകൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ജീനുകൾ കൊണ്ടാണെങ്കിൽ, നറിഷ്മെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിലനിർത്തി കൊണ്ടുപോകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഇതിലേക്ക് എന്തൊക്കെയാണ് ഇന്റേണൽ, ഒരു കോശങ്ങളുടെ ലെവലിൽ നടക്കുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആക്ച്വലി സയൻസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പോഴും നമുക്ക് ലാസ്റ്റ് കണ്ട സ്ലൈഡ് ഇതായിരുന്നു, താങ്ക് യു.
അപ്പൊ ഇതിന്റെ തൊട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നായിരിക്കും, അല്ലെ? സാധ്യതയേ ഇല്ല. അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ കാക്ക കുളിച്ചാൽ കൊക്ക ആയാലോ? നമ്മുടെ ഈ പാരമ്പര്യ രോഗങ്ങളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാരമ്പര്യ രോഗങ്ങളെ പറ്റി നോക്കുമ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാവാൻ സാധ്യതയുണ്ട്. പക്ഷെ കുളിക്കേണ്ട പോലെ, കുളിക്കേണ്ട സമയം, കുളിക്കേണ്ട വെള്ളത്തിൽ തന്നെ കുളിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് ഈ ആരോഗ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് പാരമ്പര്യ മാറ്റാൻ എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളതിലേക്കാണ് ഇനി നാം പോകുന്നത്. സാധാരണഗതിയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മള് ഒരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചണില്, അല്ലെ, നമ്മൾ എന്താ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ ഉപയോഗിക്കുക? അതൊരു സൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പനീർ ബട്ടർ മസാല ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എനിത്തിങ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പേപ്പർ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് റൈറ്റിംഗ് പാഡ്, അതുപോലെ തന്നെ നല്ല പേന ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. എനിത്തിങ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈ ഡോണ്ട് വി കെയർ അബൌട്ട് നമ്മുടെ സ്വന്തം നെക്സ്റ്റ് ജനറേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല? ദ ബെസ്റ്റ് റെസിപ്പി അല്ലേ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, അല്ലേ? ആ റെസിപ്പിയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. അതിൽ പെർട്ടിക്കുലർലി ഞാൻ 1-2 മാത്രം എടുത്ത് പറയാണ്. ദ റെയിനി സ്റ്റഡി എന്ന് പറയുന്ന സ്റ്റഡിയില് ഓസ്ട്രേലിയയിൽ നടന്നതാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ. അവിടെ ഏതാണ്ട് 1170 പ്രഗ്നന്റ് ലേഡീസിൽ നടന്ന ഒരു സ്റ്റഡിയിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കുറച്ച് പഴയതാണ്. ചിൽഡ്രൻ അവരുടെ ആ ഒരു സ്റ്റഡിയിൽ ആ പ്രഗ്നൻസിയും അതിനുശേഷം ആ കുട്ടികൾക്ക് ഏതാണ്ട് 17 വയസ്സാവുന്നത് വരെയും അത് കണ്ടിന്യൂ ചെയ്തു ആ സ്റ്റഡി. എന്നിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 19.6% പെൺകുട്ടികളിലും 10.8% ആൺകുട്ടികളിലും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നുള്ള. ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളിൽ ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ ആ ഒരു റിസ്ക്, ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള റിസ്ക് തുലോം കുറവായിരുന്നു. അപ്പൊ പ്രഗ്നൻസിയിൽ അതും ഈ ഇത്രയും പേരില് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ റിസർച്ച് നടന്നിട്ട് അതിൽ തന്നെ ജസ്റ്റ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഫാക്ടർ മാത്രം മാറുമ്പോഴേക്ക് ആ കുട്ടികളിൽ ഇത്രമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷമുള്ള ആ 16 വർഷം കൂടി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട്, അല്ലെ? ആ ഒരു ഫാറ്റി ലിവർ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ പ്രഗ്നൻസി പീരീഡിൽ മുമ്പ് പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ലേഡീസിനോട് പറയുമായിരുന്നു, പ്രഗ്നന്റ് ലേഡീസിനോട്, ഗർഭിണികളോട്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രഗ്നന്റ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാനുള്ള അല്ലെങ്കിൽ ശരിയായ ഭക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതേസമയത്ത് ഇന്ന് അങ്ങനെയാണോ സ്ഥിതി? അല്ല. ഇന്ന് ഓൾമോസ്റ്റ് 20%-ലധികം സ്ത്രീകളും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഓൾറെഡി ഒബീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ന്യൂട്രിയൻ പോർഷനോ അവരുടെ മറ്റ് ദിനചര്യകളിലോ എവിടെയൊക്കെയോ ലാഗ് വന്നിട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പെർട്ടിക്കുലർലി ഒബിസിറ്റി. അപ്പൊ അവർക്ക് പിന്നെയും കൂടുതൽ കൂടുതൽ ഭക്ഷണം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രഗ്നൻസി നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്നില്ലേ? പലതരത്തിലുള്ള ടാബ്ലറ്റോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനുശേഷം ഉണ്ടാവുന്ന കണ്ടീഷനോ എഗെയിൻ ആ ഒരു കുഞ്ഞിന് പോലും 70%-ലധികം ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ബൈ ബർത്തിൽ തന്നെ ലിവർ ഫാറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഒബീസ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡി എന്താണ് ചെയ്യേണ്ടത്? പ്രഗ്നന്റ് അല്ല, ലേഡി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ
ഒരു ഹെൽത്തി ബോഡി വെയിറ്റിൽ എത്താനും അത് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം അത് ഓഫ്സ്പ്രിങ്ങിലേക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യില്ല. അത്തരം ഒരു ജീൻ എക്സ്പ്രഷൻ എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. സാറേ, കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുമോ അപ്പം? ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മീൻസ് ഓൾറെഡി നോർമൽ വെയിറ്റിലേക്ക് എത്തുകയും അതിനുശേഷം അത് 1 വർഷത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളിലേക്ക് എത്തില്ല. ഞാൻ ഒബിസിറ്റി, ഫാറ്റി ലിവർ ഈ ഒരു കണ്ടീഷനെ പറ്റി മാത്രമാണ് ഇപ്പൊ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ശരി. അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ സയൻസ് പറയുന്നത് ഏകദേശം 200-ലധികം ജീനുകളുണ്ട് ഒബിസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ജീൻ ഫാറ്റ് FTO ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ ഈ ജീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് മാസ് ആൻഡ് ഒബിസിറ്റി അസോസിയേറ്റഡ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനാണ്. ഫാറ്റ് മാസും അതുപോലെ തന്നെ ഒബിസിറ്റിയും അല്ലെങ്കിൽ ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ജീനിന്റെ ഫങ്ഷൻ നോർമലി 40% വരുന്നുണ്ട് ഒബിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെക്ടഡ് ടു ബി പ്രഗ്നന്റ് ആവാൻ സാധ്യതയുള്ള, ഗർഭിണി ആവാൻ സാധ്യതയുള്ള ആ ഒരു സ്ത്രീ വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെയും കുറച്ച് ദിവസം കൂടി അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് FTO ജീൻ ഒന്ന് നോർമലൈസ് ആവുകയും അതിനുശേഷം അതൊന്ന് തണുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഓവർ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള കാര്യങ്ങളോ പിന്നീട് അവിടെ നടക്കുന്നില്ല. ഇതെന്തായാലും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൽ തന്നെ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഇപ്പോ FTO ജീൻ പാരന്റിൽ ഒരാളിലുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കില്ല എങ്കിൽ കുഞ്ഞിനും ഇതുപോലെ തന്നെ FTO ജീൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അല്ലെ? മീൻസ് രണ്ടിൽ നിന്ന് ഓരോന്ന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുകയില്ല. അങ്ങനെയാണ് അതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ FTO ജീൻ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് അത് എന്തായാലും ഡോർമൻസിയിലെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മീൻസ് അത് ഉണ്ടാവാം, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഓൾറെഡി അങ്ങനെ ഒരു FTO ജീൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണെങ്കിൽ അത് കുഞ്ഞിനും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 കിലോ എങ്കിലും വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ 70% ചാൻസസ് ഉണ്ട് ആ കുഞ്ഞ് ഓവർ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതും ഒരു ഫ്രഞ്ച് സ്റ്റഡിയിൽ പറഞ്ഞതാണ്. സോ ഇതൊക്കെ കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫീഡിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമ്മൾ വളരെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മള് പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴും ആ ചബ്ബിനെസ് അല്ലെങ്കിൽ ചബ്ബി ചീക്സ് എന്ന് പറയില്ലേ, അത് ചബ്ബി ചീക്സ് മാത്രമല്ല, മൊത്തം ബോഡിയിൽ തന്നെ കൊഴുപ്പ് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവിടെ ഒരു ഹെൽത്തി കണ്ടീഷൻ തന്നെ കൊണ്ടുവരണം. തെറ്റിദ്ധരിക്കരുത്, ചബ്ബിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരോഗ്യകരമായ അവസ്ഥയല്ല. കാണാൻ നല്ല ഭംഗി ഉണ്ടാവാം ഒരു പക്ഷെ, അത് തന്നെ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുമ്പോഴേക്ക് വീണ്ടും നമുക്ക് അരോചകമായിട്ട് തോന്നുകയും ചെയ്യും. സോ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീക്ക് മാത്രമോ സാറേ? അല്ല അല്ല, ടോട്ടൽ ബോഡിയെ പറ്റി തന്നെയാ പറയുന്നത്. ചബ്ബി ചീക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എക്സ്പ്രഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചബ്ബിനെസിനെ പറ്റി പറഞ്ഞതാ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നോർമലി ഒരു കുഞ്ഞിന്റെ ആരോഗ്യം, നമ്മളിപ്പോ കുഞ്ഞിന്റെ ആരോഗ്യം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യത്തിലേക്ക് വരാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫാക്ടറിയുടെ സെറ്റപ്പിലാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചു. ആ ഫാക്ടറിക്ക് അടുത്ത് തന്നെ നോർമലി വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. ഈവൻ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് പോലും പല ആൾക്കാരും അവിടുന്ന് ഒന്ന് തൽക്കാലം മാറി നിൽക്കുന്നതിനെ പറ്റി ആലോചിച്ചു. എന്തുകൊണ്ടത്? ഡസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ അവിടെ ഒരുപാട് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ നോർമൽ എൻവയോൺമെന്റ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം തരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ ഒരു റീസൺ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നാ കുഞ്ഞ് ആഗ്രഹിക്കുക? തീർച്ചയായും അതിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഡയറ്റ് മോശമായാലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ മോശമായാലോ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ മോശം എൻവയോൺമെന്റ് ആണ് കൊടുക്കുന്നത്. ആ കുഞ്ഞ് ഇനിയും ജനിച്ചിട്ടില്ല.
അപ്പൊ ആ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് എൻവയോൺമെന്റ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? അല്ലേ? ആ ആ ഒരു കൺസെപ്റ്റ് തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഫർദർ എടുക്കുകയാണ് ഞാൻ. ഒരു പാരന്റിനും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ് ഒരുപക്ഷെ ഒരു കുഞ്ഞ് ചോദിക്കേണ്ടി വന്നതെങ്കിൽ അവിടെ നമുക്ക് ഇല്ലാതാവേണ്ടി വരും. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിപ്പിൽ ഞാൻ ഇല്ലാതായി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ആ ഒരു രീതിയിലേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതാ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞ് അതിന്റെ പാരന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഈ ഭൂമിയിലേക്ക് ഇത്ര നേരത്തെ കൊണ്ടുവന്നു? ഒരല്പം കൂടി ആരോഗ്യം വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആരോഗ്യം വന്നതിന് ശേഷം എന്റെ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ പോരായിരുന്നോ? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ത് കഴിക്കണം, എത്ര കഴിക്കണം എന്നൊക്കെ എങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കും? നോർമലി ആസ് എ ചൈൽഡ്, ഞാനൊരു കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ഒരുപാട് പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരല്ലേ, നിങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ടേ എന്ത് കഴിക്കണം, എപ്പോ എക്സസൈസ് ചെയ്യണം, എപ്പോ ഉറങ്ങണം എന്നൊക്കെ നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്നൊരു ചോദ്യം ആ കുഞ്ഞ് ചോദിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഐ ഹാവ് ദ റൈറ്റ് ടു ബി ഹെൽത്തി എന്നാണ്. എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത്, എന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്റെ റൈറ്റ് ആണ്, എന്റെ അവകാശമാണ്. എന്റെ അവകാശത്തിൽ നിങ്ങൾ വളരെ മോശം രീതിയിൽ കൈകടത്താണ് ചെയ്തത്. അതിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നില്ലേ? ഈ മൂന്ന് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വഴി നന്നാക്കണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിക്കട്ടെ. അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ജനിതകപരമായിട്ടുള്ള ജീനുകളിലോ അല്ലെങ്കിൽ ഈവൻ ജീൻ എക്സ്പ്രഷനിലോ ഒക്കെ മാറ്റം വരാം. അതിൽ പ്രധാനമായിട്ട് റേഡിയേഷനും ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി, ഫുഡ് ആൻഡ് എക്സസൈസ്, ഇതൊക്കെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആയിട്ട് കഴിഞ്ഞ ദിവസം കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രം. ഫുഡ് ആൻഡ് എക്സസൈസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മാരേജ് ഇൻ ബിറ്റ്വീൻ ദ ഫാമിലി. സെയിം ഒരേ ഫാമിലിയിൽ തന്നെയുള്ള മാരേജും ഒക്കെ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഇത് ഉള്ളിൽ ജനിതകപരമായിട്ട് എന്താണ് മാറ്റം വരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ DNA മിഥൈലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതില് മിഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ DNA ലെവലിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോൺ കോഡിംഗ് RNA ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. സോ ജീൻ എക്സ്പ്രഷൻസിൽ അവിടെ മാറ്റം നടക്കുന്നു RNA മുഖേന. അതുപോലെ തന്നെ റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ചിലപ്പോൾ ഈ ഒരു ജനിതകപരമായിട്ട് ഹെറിഡിറ്ററി പ്രോബ്ലംസ് മറ്റ് തലമുറകളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം ഉണ്ടായേക്കാം. ഓക്കെ, സോ ഇങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇഫ് നമുക്ക് ആ ജനറ്റിക് എക്സ്പ്രഷൻ മാത്രമാണെങ്കിൽ പോലും അത് ആക്ച്വൽ DNA ബാധിക്കാതെ നെക്സ്റ്റ് ജനറേഷനിലേക്കോ അതിനടുത്ത ജനറേഷനിലേക്കോ ക്യാരി ഫോർവേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വൽ കോഡ് മാറിയിട്ടില്ല എന്നിട്ട് പോലും അത് അടുത്ത ജനറേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നതിലേക്ക് ഒന്നുകൂടി പോകാം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൺട്രോൾ യുവർ ഹോർമോണൽ ഇംബാലൻസസ്. പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെ പുറത്തു നിന്ന് കാണാൻ പറ്റുക? ഒരുപക്ഷെ വയറിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് എന്താ വയറ് ചാടുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം. മുൻഭാഗത്തേക്ക് വയറ് സൈഡിലേക്ക് ചാടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെതാവാം. എനിവേ, അത് രണ്ടും അല്ലാതെ വളരെ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അറിയാവുന്നത് ഒരുപക്ഷെ കഴുത്തിന്റെ പിന്നില് അല്ലെങ്കിൽ കൈകളില്, ഈവൻ ഈ കഴുത്തിന്റെ മുൻഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ട് കറുത്ത കളർ കൂടുതലായിട്ട് വരിക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് അറിയാം. അതുപോലെ തന്നെ മറ്റു പല ഹോർമോൺസും ഉണ്ട് നമുക്ക് ഈ ഒരു ഫാക്ടറിനെ തന്നെ ബാധിക്കുന്നതായിട്ട്. ഉദാഹരണത്തിന് കോർട്ടിസോൾ, മെലറ്റോണിൻ, തൈറോയിഡ് ഹോർമോൺസ്, അതുപോലെ തന്നെ ഈസ്ട്രജൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 5 ഹോർമോൺസ്. ഇംബാലൻസസ് കാണാൻ കൂടുതൽ സാധ്യതയുള്ള
ഹോർമോണുകളാണ് ഇവയൊക്കെ. ഇതിൽ പലതിനെ പറ്റിയിട്ടും ഓൾറെഡി കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെലറ്റോണിൻ എന്ന് പറയുന്നത് ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തൈറോയിഡ് ഹോർമോൺസിന്റെ ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്നത് PCOS അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസ്ട്രജനെ കാണാം. ഫീമെയിലിൽ മാത്രമല്ല, അത് മെയിലും ചെറിയ അളവിൽ ഉണ്ടാവണം. പക്ഷെ ഇതിന്റെ ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ, അതൊരു പക്ഷെ ഭക്ഷണത്തിലാവാം, അതൊരു പക്ഷെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം ശരിയാക്കിയിട്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിന് സ്വാധീനം നല്ല രീതിയിൽ തരുന്ന ശാന്ത സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടാവാം. ഈവൻ സോഷ്യൽ വർക്ക് പോലും ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. സോ എന്തൊക്കെ നമ്മൾ അതിൽ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാം. മറ്റൊന്ന് ക്ലോക്ക് ജീൻസ് എന്ന് പറയുന്നതാണ്. ഈ ഒരു ക്ലോക്ക് ജീൻസ് പോയിന്റ് നമ്പർ 2 അല്ല, ഇത് പോയിന്റ് നമ്പർ 1 അത്ര. പോയിന്റ് നമ്പർ 2 തൊട്ട് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയുന്നു മാത്രം. ദ ക്ലോക്ക് ജീൻസ്. ക്ലോക്ക് ജീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാഡിയൻ റിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒത്തിരി ജീൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ജീനുകളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സിസ്റ്റം ആയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ജീനുകൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പെരിഫറൽ ക്ലോക്ക് ജീൻസ് എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു റിതമിക് ആക്ടിവിറ്റീസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഡേ ബൈ ഡേ. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്ന് പറയുന്നത് ഒന്ന് ലൈറ്റിന്റെ ഭാഗത്തു നിന്നും, രണ്ട് ഭക്ഷണത്തിന്റെ ഭാഗത്തു നിന്നുമാണ്. സോ ഇത് രണ്ടും തമ്മിൽ സർക്കാഡിയൻ റിതം സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ അത് ജനറ്റിക് ആയിട്ട് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. GLUT4 എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഇൻസുലിൻ റെസ്പോൺസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ജീനുകൾ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ജീനുകൾ ശരിക്കും എവറി 24 hours കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു ഫങ്ഷൻ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് പോലെ തന്നെ മാറി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പെരിഫറൽ ജീനിനെ പറ്റി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെരിഫറൽ ക്ലോക്ക് ജീനിനെ പറ്റി എടുക്കുമ്പോൾ, ഇത് പലതരത്തിലുള്ള ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഫുഡും അതുപോലെ തന്നെ ലൈറ്റും നമ്മൾ ഒന്ന് നേരെയാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജനറ്റിക് എഫക്റ്റിലേക്ക് പോകും. ഓക്കെ, സോ ഇതുകൊണ്ട് എന്താണ് നെക്സ്റ്റ് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാക്കി ആരോഗ്യകരമായ ഹാബിറ്റിലേക്ക് പോകേണ്ട ചില കാര്യങ്ങൾ. 1 ഭക്ഷണം, 2 ഉറക്കം, 3 എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. ഇതിൽ മൂന്നിലും എന്തൊക്കെയാണ് വരുന്നത്? ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴാണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ഓർഡറിൽ കഴിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് സദ്യക്ക് പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, സദ്യ വിളമ്പാൻ നിൽക്കുന്ന ആൾക്കാര് ആദ്യം തന്നെ, അല്ലെങ്കിൽ സദ്യ വിളമ്പുന്നതിന്റെ ഇടയിൽ തന്നെ 2-3 പ്രാവശ്യമെങ്കിലും പായസം കുടിക്കുന്നു. ഇങ്ങനെ പായസം കുടിക്കുന്ന ഒരു ശീലം വരുമ്പോൾ അത് ഷുഗർ സ്പൈക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിനുശേഷം എത്ര ക്വാളിറ്റിയുള്ള ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ആ ഒരു ഫുഡ് ഓർഡർ, ഭക്ഷണത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ഷുഗർ സ്പൈക്ക് കൊടുക്കുകയും അതിനുശേഷം പിന്നെ ആ ഭക്ഷണത്തിനെ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് പ്രോബ്ലംസ് ഉണ്ടാകും. ഇതിന് പകരം നമ്മൾ കറക്റ്റ് ഫുഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഫൈബർ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതിനുശേഷം ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതിനുശേഷം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും പൊതുവെ നന്നായിട്ടുണ്ടാവുക. ഡ്യൂറേഷൻ, ക്വാളിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് സ്ലീപ്പ്. നമ്മുടെ ഉറക്കം എത്ര സമയം ഉറങ്ങുന്നു, ഏത് സമയത്ത് ഉറങ്ങുന്നു, അതുപോലെ തന്നെ എന്ത് ക്വാളിറ്റിയുള്ള ഉറക്കമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും മൂത്രമൊഴിക്കാൻ പോലും എഴുന്നേൽക്കുന്നുണ്ടോ? അല്ല, ചെറിയ കുഞ്ഞുണ്ട്, ഒരു ചെറിയ കുഞ്ഞിന്റെ, പിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ്, ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ഉണരേണ്ടി വരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ആ ക്വാളിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് സ്ലീപ്പിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് നമ്മളൊന്ന് മാക്സിമം ഹെൽത്തിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഓൺ എ വീക്ക്ലി ബേസിസ് അറ്റ്ലീസ്റ്റ് നമ്മൾ വ്യായാമത്തിൽ ഒരു 1 to 1.5 hour എങ്കിലും ഏർപ്പെടുക. അതിന് പലതരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് എൻഡുറൻസ് എക്സസൈസ്, സ്ട്രെങ്ത് ട്രെയിനിങ്, ബാലൻസിങ് എക്സസൈസ്, സ്ട്രെച്ചിങ്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വ്യായാമത്തിന്റെ സെഷന് മുമ്പ്
വാമിംഗ് അപ്പും വ്യായാമത്തിന് ശേഷം സ്ട്രെച്ചിങ്ങും തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് ആഡിക്വേറ്റ് ന്യൂട്രീഷൻ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ന്യൂട്രിയൻസ് എത്ര കണ്ടന്റ് ഉണ്ട്? ഫുഡ് ഓർഡറിനെ പറ്റി പറഞ്ഞു, ഫുഡ് എന്ത് കഴിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു, വേണ്ടത്ര അളവിൽ കഴിക്കുന്നുണ്ടോ ചോദിച്ചു. ഇതിനൊക്കെ മാറ്റർ ആവുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. സോ പോഷണത്തിൽ പല ഘടകങ്ങളും വരുന്നുണ്ട്. ഈവൻ ആന്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഫൈറ്റോ ന്യൂട്രിയൻസ്, ഈ രണ്ട് വകഭേദങ്ങളും പെർട്ടിക്കുലർലി ഇവിടെ 2-3 ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. EG, CGയും കുർക്കുമിനും ഒക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NF-κB ലെവലിൽ വരുന്ന ജനറ്റിക് എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഉള്ളതാണ്. അഥവാ നെഗറ്റീവ് മോഡിഫിക്കേഷൻസ് മോശം രീതിയിലേക്ക് അവിടെ മോഡിഫൈ ആവുന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ഉള്ളതാണ് ഇത്തരം ഘടകങ്ങൾ, ആന്റി ഓക്സിഡൻസും ഫൈറ്റോ ന്യൂട്രിയൻസും. എന്നാൽ ഒപ്പം തന്നെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ആയാലും ജീൻ ആയാലും കോശങ്ങളായാലും അതല്ല ക്രോമസോം ആയാലും ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ്, അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സിന്റെയും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സിന്റെയും കോമ്പിനേഷൻ കറക്റ്റ് ആക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അതും എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കുന്നതാണ്. അതേസമയത്ത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേസമയം കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിന് കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നതാണ്. അഥവാ അവ ഉണ്ടാക്കാൻ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് കെൽപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക? ഒരുപക്ഷെ പ്രഗ്നൻസി പോലെയുള്ള കണ്ടീഷൻ, മെൻസ്ട്രൽ സൈക്കിൾ പോലെയുള്ള കണ്ടീഷൻസ്, അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ചില പെർട്ടിക്കുലർ വളർച്ചയുടെ സമയങ്ങളിൽ, ചില അസുഖങ്ങളുടെ സമയങ്ങളിൽ, ഈ സമയത്തൊക്കെ കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടി നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് മൈൻഡ് ആൻഡ് ഇമോഷൻസ്. എല്ലാവർക്കും അറിയാം, നല്ലൊരു മാനസിക സ്ഥിതി ഉള്ള ആൾക്കാർക്ക് ബാലൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഉണ്ടാവുക. ഈ ഒരു ബാലൻസ് ആയിട്ടുള്ള ഇമോഷൻസിന് ഡോപ്പമൈനും ഓക്സിറ്റോസിനും പോലെയുള്ള പല ഹോർമോൺസും അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ബയോ കെമിക്കൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ആയിട്ട് ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒത്തിരി കെമിക്കൽസ് അത് ശരിയായ അളവിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയായി വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് നല്ല ഓർമ്മയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ക്രോമോസോമിന്റെ അറ്റം അതിനെ പറയുന്നത് ടെലോമിയർ എന്നാണ്. ഈ ടെലോമിയർ എന്ന് പറയുന്നത് എത്ര സൈസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഈ ടെലോമിയർ സൈസ് സാധാരണഗതിയിൽ ഒരു കോശം വിഭജിക്കുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞു വരും. അപ്പൊ എത്ര പ്രാവശ്യം ഒരു കോശം വിഭജിച്ചോ അതിനനുസരിച്ച് നമുക്ക് വളർച്ച പൂർണ്ണമാവും അല്ലെങ്കിൽ പ്രായം കൂടുകയും ചെയ്യും, നമ്മൾ പിന്നീട് മരണത്തിനോട് അടുക്കുകയും ചെയ്യും. അതേസമയം ഇതേ ടീലോമിയറിനെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീലോമിയറിന്റെ എലോങ്ങേഷന് വേണ്ടിയിട്ട് അതിന്റെ സൈസ് കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമിന്റെ പേരാണ് ടീലോമറൈസ് എന്ന് പറയുന്നത്. ഈ ടീലോമറൈസ് എൻസൈം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് അറിയും? നമുക്ക് സന്തോഷത്തിന്റെ വികാരങ്ങൾ അല്ലെങ്കിൽ അത്തരം ഇമോഷൻസ് കൂടുതൽ വരുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാ? ഓക്സിറ്റോസിനും ഡോപ്പമൈനും പോലെയുള്ള കാര്യങ്ങളാണ്. സോ ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈവൻ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈവൻ നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഓക്സിറ്റോസിൻ ഉണ്ടാവും. അപ്പൊ ഇത്തരം ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഈ ഓക്സിറ്റോസിനും ഡോപ്പമിനും പോലെയുള്ള ന്യൂറോ കെമിക്കൽസ് ശരീരത്തിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഹാബിറ്റ്സ് മാറേണ്ടതുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള മാരേജുകൾ അവോയ്ഡ് ചെയ്യാം. ഇതിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രോഗങ്ങളുണ്ട്, അച്ഛനുണ്ടാവാം അമ്മയ്ക്കും ഉണ്ടാവാം, തീർച്ചയായും കുഞ്ഞിനും ഈ ഒരു രോഗം ഉണ്ടാവാൻ സാധ്യത കൂടുന്നുണ്ട്. കാരണം അച്ഛന്റെ ഒരു കോപ്പി ജീനും അമ്മയുടെ ഒരു കോപ്പി ജീനുമാണ് കുഞ്ഞിനുണ്ടാവുന്നത്. അങ്ങനെയാണ് ടോട്ടൽ ആ ക്രോമസോമുകളുടെ എണ്ണം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ 23 46 ക്രോമസോമുകളിൽ ഈ ക്രോമസോമുകളിൽ എന്തൊക്കെയാണ് നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്, അതിനനുസരിച്ച് രോഗങ്ങളിലും വ്യത്യാസം വരും. അപ്പോ ഓൾറെഡി ഈ വാക്കുകളിലേക്കൊന്ന് ഓട്ടോസോമൽ റിസസീവ് എന്നൊക്കെ പറയുന്ന വാക്കുകളിലേക്ക് ഒരുപാട് പോകണമെന്നില്ല.
പക്ഷേ ഇവിടെ ഒരു കാരിയർ ഫാദറും ഒരു കാരിയർ മദറും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ ജീൻ എക്സ്പ്രഷനെ നമുക്ക് ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞില്ലേ, ജീൻ എക്സ്പ്രഷൻ പോലും അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ ഫാമിലിയിൽ ഒരേ ജനറ്റിക് കോഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒരേ ഫാമിലിയിലുള്ള രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ആ കുഞ്ഞിന് ഇത് വരാനുള്ള സാധ്യത കൂടുന്നു. അത് ഒഴിവാക്കാൻ ഡിസ്റ്റന്റ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ, അതല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ ബന്ധങ്ങളില്ലാത്തവർ തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആവുമ്പോൾ കുഞ്ഞിന് അത്തരം ഒരു രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കുറയും. 25% അതിൽ കുറവോ ആയി മാറും. 6ാമത്തെ പോയിന്റ് ജനറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി വളരെ വളരെ സയന്റിഫിക് ആണ്. വളരെ അതിന്റെ എക്സ്ട്രീം നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത്രയും ചിന്തിക്കുക. ഇവിടെ കറക്റ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്, എക്സസൈസ് പലതും കൊടുത്തിട്ടുണ്ട്. ഒരു ഫിലിം റോളിനെ പറ്റി ചിന്തിച്ചു. ഒരു ഫിലിം റോളില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡയറക്ടർ അതിന്റെ കംപ്ലീഷൻ ചെയ്തിട്ട് അതിനുശേഷം അത് ആ ഫിലിമിനെ പ്രദർശനത്തിന് വേണ്ടി വിടുന്നതിന് മുമ്പ് ആ റോൾ പിന്നെ ഒന്നുകൂടി കണ്ടു നോക്കില്ല. ആരാണെന്ന് അറിയില്ല, സംവിധായകനാണോ അല്ല മറ്റേ ഇതിന്റെ എഡിറ്റേഴ്സ് ഒക്കെ ആണോ ആയിരിക്കാം. എനിവേ, ഈ എഡിറ്റേഴ്സ് ഒക്കെ പൊതുവെ എന്താ ചെയ്യുന്നത്? ഏത് പോർഷൻ ആണോ അവിടെ ആവശ്യമില്ലാത്തത് ആ പോർഷനെ റിമൂവ് ചെയ്യും, അല്ലെ? എന്നിട്ട് ആ റോള് കംപ്ലീറ്റ് ചെയ്യും. ആ പോർഷന് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു ഭാഗമാണ് ഉള്ളത്, പക്ഷെ അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. അവിടെ പുതുതായിട്ട് ആഡ് ചെയ്തേ പറ്റൂ, എന്നാലേ അത് സ്റ്റോറിക്ക്, ഫിലിമിന്റെ സ്റ്റോറിക്ക് അത് പൂർണ്ണത തരുന്നുള്ളൂ എങ്കിൽ അവിടെ അത് പൂർണ്ണമാക്കും, അല്ലെ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീനുകളിൽ ചെയ്യാൻ പറ്റുമെങ്കിലോ? അതാണ് ജീൻ തെറാപ്പി. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നോളജിയും ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫോൾട്ടി ആയിട്ടുള്ളതിനെ കറക്റ്റ് ചെയ്യാം, റിമൂവ് ചെയ്യേണ്ടതിനെ റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ചില ഹെൽത്തി ആയിട്ടുള്ള ഭാഗങ്ങൾ, ചിലതിനെ റിമൂവ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയ മെത്തേഡ് എന്ന് പറയുന്നത് ക്രിസ്പർ എന്നാണ്. ഈ ക്രിസ്പറിൽ കാസ്നൈൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് എവിടെയാണ് ഫോൾട്ട് ആയിട്ടുള്ളത് ആ ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്യും, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ ചില മരുന്നുകളൊക്കെ നമുക്ക് ഈ ജനറ്റിക് ലെവലിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മരുന്ന് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം, സിക്കിൾ സെൽ അനീമിയ. അരിവാളിന്റെ പോലെ നമ്മുടെ അനീമിയയുടെ നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സിക്കിൾ സെൽ പോലെ, ഒരു അരിവാള് പോലെ അങ്ങ് വളഞ്ഞു പോകും. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ജനിതകപരമായിട്ടുള്ള പ്രശ്നം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഡ്രഗ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പൊ എന്ന് പറയുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. സയൻസിന് എത്രയോ ദൂരെ പോകാൻ പറ്റും എന്ന് വെച്ച് നമ്മൾ ഈ ആദ്യം പറഞ്ഞ 5 സ്റ്റെപ്പുകളും ഒഴിവാക്കണം എന്നല്ല. നമ്മൾ കംപ്ലീറ്റ്ലി സയൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളിലേക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിനൊരു പൂർണ്ണതയുള്ളൂ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എഗെയിൻ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവണം, അവർ കുറച്ചുകൂടി ഹെൽത്തി ആവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുന്നത് അതെടുക്കുക വേണം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. താങ്ക് യു സാർ. ജീൻ എക്സ്പ്രഷന്റെ ഒരുപക്ഷെ നമ്മൾ കേൾക്കാത്ത ചില ഭാഗങ്ങളാണ്, സ്വല്പം ഞെട്ടൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ മൈന്യൂട്ട് ലെവലിൽ, എന്നാൽ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. തീർച്ചയായിട്ടും നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ? കൂടുതൽ നമ്മുടെ ലൈഫിൽ വളരെ ശ്രദ്ധാപൂർവം ജീനിന്റെ എക്സ്പ്രഷന്റെ മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെയാണ് സാർ. ഓക്കെ, സാർ സ്റ്റാർട്ട് ചെയ്യും.
അഡ്മിറ്റ് സർ. ഞാൻ എന്താ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് സാറ് പറഞ്ഞ ആ ചെറിയ കുട്ടി 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതിലെ ആ 3-ാമത്തെ ചോദ്യം. അപ്പൊ നമ്മളൊരു ഹറിബറി യാത്രയ്ക്ക് മുമ്പ് പ്രിപ്പയർഡ് യാത്രയാവണമെന്നാണ് സനൽ സാറ് പറഞ്ഞതെന്നാണ് എൻ്റെ ബോധ്യം. പ്രിപ്പയർഡ് യാത്രയാകുമ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തും. അവിടെ സനൽ സാറെ അറിവില്ലാ പൈതങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവന്റെ മുൻപിൽ വന്നത് അവൻ പ്രായോഗിക തലത്തിലേക്ക് കയറുകയും ജീവിതത്തിന്റെ ഒരു ഓട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അവിടെയാണ് അവന്റെ മുമ്പിൽ ഈ കുട്ടികളും രോഗാവസ്ഥകളും എല്ലാം കടന്നു വരുന്നത്. അവന്റെ ജീവിതം തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ശാസ്ത്രം കുറെ കൂടെ സാധാരണ മനുഷ്യനിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കണേ, അറിവുള്ളവർ ഇത് മറ്റുള്ളവർക്ക് തിരഞ്ഞു പിടിച്ചു കൊടുക്കണേ എന്ന ഒറ്റ റിക്വസ്റ്റ് മാത്രം. താങ്ക് യു സർ. കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടി ഈ വൈകുന്നേരത്ത്. ഒത്തിരി നന്ദി സർ. ഓക്കെ, മനോജ് സർ. നമസ്കാരം സനൽ സാറേ. സാറെപ്പോഴും ഈ പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഉനഹലാൻ സാറ് പറഞ്ഞ പോലെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്ന കാര്യം വളരെ ശരിയാണ് സാർ പറഞ്ഞത്. ഇപ്പൊ എല്ലാം ശരിയാകും നല്ല മനസ്സോടുകൂടി. ഞാനൊക്കെ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നല്ലൊരു മനസ്സോടുകൂടി അടുക്കളയിൽ കയറി അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പ് നന്നായിരിക്കും. അത് എല്ലാ കാര്യത്തിലും അതുപോലെ നമ്മളൊക്കെ ഈ പ്രസന്റേഷൻ ചെയ്യുമ്പോഴും സാറൊക്കെ എന്തോ ഒരു പ്രിപ്പറേഷൻസിലാണ് വരുന്നത്. സാറിന്റെ സ്ലൈഡ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. അതിനകത്തെ കണ്ടന്റ്, ദ വേ യു ആർ പ്രിപ്പയറിങ് ഇറ്റ്, പ്രസന്റിങ് ഇറ്റ്, അത് വളരെ അപ്പൊ അത് വലിയ കാര്യമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ നമുക്ക് അജ്ഞരാണല്ലോ പല കാര്യങ്ങളും. അജ്ഞത ഉള്ളത് കാരണം പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല, അതൊന്നും ഫോളോ ചെയ്യാറുമില്ല. സാറേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ സാർ ഈ റിലേറ്റീവ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് ഒരേ കുടുംബം. എൻ്റെ ഒരു സിസ്റ്ററിനെ കല്യാണം കഴിച്ച് ഞാൻ അങ്ങനെ അതിൽ പണ്ട് മുറപ്പെണ്ണും മുറച്ചിറക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സിസ്റ്ററെ കല്യാണം കഴിച്ച എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. ആ പുള്ളി എഞ്ചിനീയർ ആയിരുന്നു. മഹാരാഷ്ട്ര PWDയിൽ നല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പൊസിഷനിലൊക്കെ വന്നു. അവർ 2 കുട്ടികളുണ്ടായിരുന്നു സാറേ. ആ 2 കുട്ടികൾ ഏതാണ്ട് ഒരു ആണ് ഒരു പെണ്ണ്. ആ 2 കുട്ടികളും ഏതാണ്ട് ഒരു 30 വയസ്സായപ്പോഴത്തേക്ക് 2 പേരും മരിച്ചുപോയി. ഒരേ അസുഖമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അതിന് എന്തുവാ എപ്പോഴും സംഭവിച്ചത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും എനിക്കൊരു ഞാൻ ബോംബെക്ക് റോഡ് റാഷി കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്. പ്രഥമലയും മരിച്ചുപോയി. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അതിനെക്കുറിച്ച് ഒരു വലിയൊരു തേങ്ങല സത്യം പറയാൻ തോന്നി. അപ്പം ഇപ്പം അത് വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാനിങ്ങനെ കേട്ടു. അപ്പം എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ കാര്യമായപ്പോൾ എനിക്കതൊരു വലിയൊരു നൊമ്പരം ഇപ്പം അങ്ങനെ തോന്നും. അപ്പം അതിൻ്റെ കാര്യങ്ങൾ സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഒന്നുകൂടെ ഇച്ചിരി ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ആ തേങ്ങലൊന്ന് കുറേ. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് സാർ. താങ്ക് യു. നോർമലി മുറച്ചെറുക്കൻ അല്ലെങ്കിൽ മീൻസ് അമ്മയുടെ ബന്ധത്തിലുള്ള അത് വരുന്നത് അമ്മയുടെ സഹോദരന്റെ മകൻ, ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് മുറച്ചെറുക്കൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് ഈ ഒരു പ്രശ്നങ്ങൾ മീൻസ് ജനിതകപരമായിട്ട് X&Y ക്രോമോസോം 2 ക്രോമോസോമുകൾ വരുന്നതുകൊണ്ടാണ് ഈ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ആവുന്നത്. അപ്പൊ X ക്രോമോസോം എവിടുന്ന് എടുക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും കുറവ് ചാൻസസ് ജനിതകപരമായിട്ട് പാരമ്പര്യ രോഗം വരാനുള്ള സാധ്യത ഏറ്റവും കുറവുള്ളത് ഈ മുറപ്പെണ്ണിനാണ്. മുറപ്പെണ്ണിൽ നിന്ന് അങ്ങനെ ഒരു കല്യാണം വരുമ്പോഴാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കഴിക്കാമെന്നാക്കിയത്. പിന്നെ മുമ്പ് പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ, മരുമക്കത്തായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു പല ജാതികളിലും. അപ്പൊ ഇതുകൊണ്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആധിപത്യം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അതിനു മുമ്പ് പല ഈവൻ ഗോത്രവർഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അനോമലീസ്, ജനറ്റിക്കൽ അനോമലീസ് വന്നു കഴിഞ്ഞാൽ അതിന് കറക്ഷൻസ് എങ്ങനെ ചെയ്യണം എന്ന് അറിയവും ഉണ്ടായിരുന്നില്ല.
നമുക്കിവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയും മിനിമൈസ് ചെയ്യാൻ പറ്റില്ലേ. നമ്മള് ഓക്കെ ഒരു ചാൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മുറപ്പെണ്ണും മുറച്ചെറുക്കണോ ഒക്കെ ആയിട്ട് കല്യാണം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ്, വളരെ ചെറുതാണ്, അല്ലെങ്കിൽ 5% ഉള്ളൂ എന്ന് വിചാരിച്ചോ, ബട്ട് ഇറ്റ്സ് എ ചാൻസ്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് മറ്റൊരു മീൻസ് നമുക്ക് ഒട്ടും അറിയാത്ത ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് നോക്കിക്കൂടെ എന്നുള്ളതാണ്. അവിടെ മറ്റു പല ഫാക്ടേഴ്സും എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ അതിലേക്കല്ല, ഈ പാരമ്പര്യത്തിലേക്ക് മാത്രം വന്നു. സാർ താങ്ക് യു സാർ. ഇപ്പൊ കുറവാണെന്ന് തോന്നി പറഞ്ഞതിൽ. പണ്ട് വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ കുട്ടികൾ അവരവരുടെ ഇഷ്ടം തിരഞ്ഞാണ് പോകുന്നതൊക്കെ അത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നാറ്. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പണ്ട് ജനിക്കും മുമ്പ് മുതൽ ജനിക്കുന്ന സമയത്ത് തന്നെ എന്താണ് അമ്മമാരുടെ പെൺകുട്ടികളെയൊക്കെ ഇവള് നിനക്കാണ്, പണ്ടത്തെ ഒരു സിസ്റ്റമായിരുന്നു അത്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ സ്വത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ സാറ് അറിഞ്ഞ മറ്റുള്ള ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും പലരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു പേഴ്സണൽ കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ സാർ. താങ്ക് യു. മറ്റു പലർക്കും കിളിപോയിരിക്കാൻ തോന്നുന്നു. അതെ, സാബു സാറ് എങ്ങോട്ട് വന്ന് അത്യാവശ്യത്തിന് പോയി. ആർക്കും ഇപ്പൊ കടന്നു വരാം. സാറ് വന്നു. യെസ്, റോഹിത് സാർ ആരാ പറയുന്നത്? എന്തെങ്കിലും സംശയങ്ങൾ ഈ ടോപ്പിക്കുമായി ഇപ്പൊ മനോജ് സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. അതിനുശേഷം ഡിസ്കഷനിലേക്ക് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും വളരെ സങ്കീർണമായ ഒരു യെസ് റോഹിത് സാർ. സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രാക്ടിക്കലാക്കി എടുക്കാന്നുള്ളതിനെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, അത് ശരിയാണ്. പക്ഷെ ഇത് എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ ഈ എൻറോൾമെന്റ് റോള് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന ഭാഗങ്ങളും ഒക്കെ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായതൊക്കെ. അതുപോലെ തന്നെ പുതുതായി ജീൻ തെറാപ്പി ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എവിടെ ഇത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, ഈ കാര്യങ്ങളൊന്നും. പിന്നെ അതുപോലെ ഇത് ഈ ഒരു കാര്യം കറക്റ്റാണ്. ഫുഡും സ്ലീപ്പും എക്സസൈസും ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും ഒക്കെ അറിയാമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നതിന് ഈ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അതിനുള്ള ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് ഇത് അറിയാവുന്നവർക്ക് അറിയാം എന്നുള്ളത് കവിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ മാരേജ് വിത്തിൻ ഫാമിലീസ് അത് പിന്നെ പോട്ടെ. പിന്നെ മൈൻഡും എമോഷൻസും അതൊക്കെ സാധാരണ ആൾക്കാർ പറയാറുണ്ട്. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മമാരിലുണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങളും എമോഷൻസും ഒക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റിനും അതിൻ്റെ ഇതിനൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചു. പിന്നെ ഈ ഹോർമോണിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊന്നും അങ്ങ് ഡയറക്റ്റായിട്ട് ആർക്കും ഒന്നും കാര്യങ്ങളറിയാം. പക്ഷെ ഇതൊന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് ഇപ്പോൾ കാണുന്ന വഴിയിൽ തന്നെ. ഏതായാലും ഒരു നല്ല ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് പ്രാക്ടിക്കലാവാൻ വലിയ പാടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ സർ. ശരിയാണ്, പ്രാക്ടിക്കൽ ആവാൻ വളരെ പാടാണ്. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അതെ, നമ്മളല്ല സാറേ, അത് നമ്മൾ മാത്രം പോരല്ലോ ഈ ഒരു കാര്യത്തില്. ഇപ്പൊ ദമ്പതികളാണെങ്കിൽ രണ്ടുപേരും അതിനുള്ള മറ്റേ എൻവറോൺമെന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ. അതൊക്കെയാണ്. പക്ഷെ ഏതായാലും ഇത് പാരമ്പര്യത്തെ ബാധിക്കുന്ന ഒരു ഭാഗമാണ്, ഘടകമാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയിൽ വെച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിലൊക്കെ അത് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ജനിക്കുന്നു. അത് ഓക്കെ, കറക്റ്റാ. ഒരു പാരമ്പര്യ രോഗം ഉണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ക്യാൻസർ ഉണ്ട്. അപ്പൊ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ബാക്കിലേക്ക് പോയി അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട്
ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവും, ആഞ്ചലിന ജോളി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് കോഡ് പഠിച്ചു. സയന്റിഫിക് ആയിട്ട് ജനിതക കോസ്റ്റ്ലി ആണ് ടെസ്റ്റുകൾ. അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ട് ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്തു. അപ്പൊ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലല്ലോ. അത് അതിന്റെ എക്സ്ട്രീമിലേക്ക് എത്തിപ്പോയി. ഒന്നെന്ന് പറയുന്നത് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ആ പാരമ്പര്യത്തിൽ മാത്രം ഊന്നി നമ്മൾ ഇനി വേറെ രക്ഷയൊന്നും ഇല്ലെന്ന് കണക്കാക്കുകയാണ്. ബട്ട് അതിന് പകരം വേറൊരു ലേഡി ചെയ്തത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാത്ത രീതിയിലേക്ക് അതിനെ മാറ്റാണ് ചെയ്യുന്നത്. ബട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാവുന്ന മറ്റു പല ഘടകങ്ങളെ ഇന്നിപ്പോ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ പെർട്ടിക്കുലർ ജീനിനെ മാത്രം റിമൂവ് ചെയ്താൽ മതി, ആ ഒരു രീതിയിലേക്കാണ് സയൻസ് വളരുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു കോമൺ മാൻ, സാധാരണ മനുഷ്യന് ഇത്രയും പൈസയോ അല്ലെങ്കിൽ ഇത്രയും രീതിയിൽ മുന്നോട്ട് പോകാനോ സാധിക്കുന്നുണ്ടാവില്ല. അവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു എൻവയോൺമെന്റ്, അതിപ്പം രാത്രിയിൽ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഒരു കപ്പിളിനെ കണ്ടിരുന്നു. ഒരു വലിയ ഫംഗ്ഷനിൽ വെച്ചിട്ട് കണ്ടതാണ്. ആ കപ്പിൾ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഡേ ഡ്യൂട്ടിയിലാണ്, ഇലക്ട്രോണിക്സ് ഫീൽഡാണ്, വൈഫ് നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 2.5 വർഷവും അവർ ഇതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോ എന്റെ തൊട്ടടുത്തിരുന്ന മറ്റൊരു സുഹൃത്ത് ചോദിച്ചെന്താണ്, നിങ്ങൾ കല്യാണം കഴിച്ചത് എന്തിനാ, എപ്പോഴാണ് കാണുക എന്നുള്ളതാണ്. എനിവേ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ സ്ലീപ്പ് പാറ്റേണോ അല്ലെങ്കിൽ ഫുഡ് പാറ്റേണോ ഒക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നുണ്ടാവും, പെർട്ടിക്കുലർലി ജനിതകപരമായിട്ട്. ആ ഒരു കുട്ടിയുടെ ഹെൽത്ത്, ഈവൻ ഇഫ് പ്രഗ്നന്റ് ആയാലും അല്ലെങ്കിൽ അതിനുശേഷം അവരുടെ ലൈഫ് എത്രമാത്രം മോശമായിട്ട് പോകുന്നുണ്ടാവും. സോ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷെ അവർ ചെയ്യേണ്ടത് ഇപ്പോഴും കുട്ടിയെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അവരെ ജോലി മാറുക. അവിടെ ഒരു തരത്തിലുള്ള ഇമോഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മറ്റു ഒന്നിനും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് എന്തിനും മൂന്നാമതൊരു ജീവനെ കൂടി കൊണ്ടുവന്നിട്ട് നരയിക്കാനാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചില കാര്യങ്ങളിൽ ഇന്നത്തെ നമ്മൾ കാലത്ത് ഡിസിഷൻ അതൊക്കെ വളരെ കറക്റ്റാണ് സാർ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പുതിയ ജനറേഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു കാലം. പക്ഷെ പഴയ കാലം അങ്ങനെയല്ലായിരുന്നു. സാർ ആദ്യം പറഞ്ഞില്ലേ ഈ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന അമിതമായ ഒബിസിറ്റി കുട്ടികളുടെ ഫാറ്റി ലിവറിനുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരിക്കും ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ, അത് ഒരു സ്റ്റഡി അത് മാത്രമാണ്? ആ സ്റ്റഡി 17 വയസ്സിന് ഉള്ളിലുള്ള സ്റ്റഡിയാണ്. നമ്മളിപ്പോ ഫാറ്റി 17 ലിവർ വയസ്സ് വരെ ഐഡന്റിഫൈ അത് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നു. എത്ര പ്രായത്തിലാണ് ഫാറ്റി ലിവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 100% തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആ കുഞ്ഞിന് ഫാറ്റി ലിവർ ആവാനുള്ള സാധ്യത. അൺലെസ് അണ്ടിൽ ആ കുട്ടി എൻവയോൺമെന്റ് ഇനിയും മാറ്റിയില്ലെങ്കിൽ. എൻവയോൺമെന്റിന് അവിടെ പ്രധാന ഫാക്ടർ ഉണ്ട്. അതാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സൂചിപ്പിച്ചത്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം മാറിയപ്പോൾ തന്നെ ഇത്രയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ആ പെർസെന്റേജ് ലെവൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റു ഘടകങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? ഓക്കെ, വേറെ ആർക്കാ പറയാനുള്ളത്? ഷെയർ ചെയ്യൂ. സാറേ പറഞ്ഞോട്ടെ. പറയൂ സാർ. സാറ് വളരെ നല്ല അറിവായിരുന്നു. എനിക്ക് ഒരു ചെറിയ നമ്മൾ പണ്ട് കഥകളിൽ കേട്ടിട്ടുണ്ട്, മഹർഷിമാരും അല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അവരൊരു സന്തതിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവരെന്നാണ് പരസ്പരം ബന്ധപ്പെടേണ്ടെന്നുള്ള ആ നാളും നക്ഷത്രമൊക്കെ നോക്കിയിട്ടുള്ള ഒരു ബന്ധപ്പെടൽ കൊണ്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഈ സാറിന്റെ ആ തിയറിയോട് സാമ്യം പുലർത്തുന്നതായിട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ സാറിന്? തീർച്ചയായും. ആക്ച്വലി ഇന്നത്തെ കാലത്ത് അതിനെ കുറച്ച് മാറ്റി, ഇന്നല്ല ഒരുപക്ഷെ കുറച്ച് പഴയ കാലത്ത് ഇതിനനുസരിച്ച് സിസേറിയൻ ജാതകം നോക്കുന്നവര് അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളുള്ളവര് അതിനനുസരിച്ച് സിസേറിയൻ സർജറി ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി നല്ലത്. അതിന് മറ്റേ ആർട്ടിഫിഷ്യൽ ഇതിനു പകരം പ്രിപ്പറേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞല്ലോ രക്തബന്ധത്തിന്റെ കാര്യം, ഈ നമ്മുടെ കേരളത്തില് പണ്ട് മുതൽ തന്നെ ചില കേരളം ഉണ്ടായ കാലം മുതൽ മരുമക്കത്തായ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ തന്നെ ഈ അച്ഛൻ പെങ്ങളുടെ മക്കള് തമ്മിലുള്ള ആ വിവാഹം അത് നടന്നിരുന്നു പണ്ട്.
പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള സങ്കീർണതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അന്ന് സംഭവിച്ചിരുന്നു. പണ്ട് രാജകുടുംബത്തിലും എല്ലാം നടന്നിരുന്ന ഇതാണ്, അമ്മാവന്റെ മകള് അല്ലെങ്കിൽ അമ്മാവന്റെ മോന് എല്ലാം കഴിക്കുന്ന ഒരു ഇതായിരുന്നു അന്ന്. അപ്പൊ ഈ പറഞ്ഞ ജീൻസിന്റെ ഇപ്പൊ പറഞ്ഞ ആ സങ്കീർണത അന്ന് ഉണ്ടായിരുന്നതായിട്ട് വല്ല തെളിവ് ഉണ്ട്? ആ സങ്കീർണത ഇല്ലായിരുന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരുപക്ഷെ ആ സങ്കീർണതകളുടെയൊക്കെ കാരണമായിരിക്കാം ഇന്നിപ്പോ ഇത്രമാത്രം ഡയബറ്റീസ് ഒക്കെ ഉള്ളതെങ്കിലോ. കാരണം ഇതിന്റെ ശരിയായ, ഞാൻ അതാ പറഞ്ഞത്, ഒരു സാധ്യത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യത നമുക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നേരത്തെ മനോജ് സാറ് ചോദിച്ചപ്പോഴേ അതാ ഞാൻ പറഞ്ഞത്, എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമും ആണ് നമ്മുടെ മെയിലും ഫീമെയിലും സെക്സ് തീരുമാനിക്കുന്നത്. അപ്പൊ അച്ഛന്റെ ഇതിൽ നിന്ന് എക്സും അമ്മയുടെ നിന്ന് എക്സും എടുത്തിരിക്കുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കലി പെൺകുഞ്ഞാവുകയാണ് ചെയ്യുന്നത്. രണ്ടും എക്സ് ക്രോമോസോം ആണ് കിട്ടിയത്. അതേ സമയത്ത് അച്ഛനിൽ നിന്ന് വൈയും അമ്മയിൽ നിന്ന് എക്സും എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് ആൺകുട്ടി, ആ കുഞ്ഞ് ആൺകുട്ടി ആയിരിക്കും. കാരണം എക്സ് ആൻഡ് വൈ ആണ് അവിടെ ക്രോമോസോം. ഇതിനകത്ത് എക്സ് മുഖേന ട്രാൻസ്ഫർ ചെയ്യുന്ന ചില ജനറ്റിക് വാരിയേഷൻസും വൈ മുഖേന ട്രാൻസ്ഫർ ചെയ്യുന്ന ചില ജനറ്റിക് വാരിയേഷൻസും ഉണ്ട്. ഇതിൽ താരതമ്യം വളരെ കുറവായിരിക്കും ഈ അച്ഛൻ പെങ്ങളുടെ മക്കള് തമ്മിലുള്ള വിവാഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് തന്നെ ആൺകുഞ്ഞ് മീൻസ് അതില് പെൺകുഞ്ഞ് വരുന്നത് ആണിന്റെയും ആൺകുഞ്ഞ് വരുന്നത് പെണ്ണിന്റെയും ആയിരിക്കണം. അച്ഛൻ പെങ്ങളുടെ മകനും അച്ഛന്റെ മകളും തമ്മിലുള്ള വിവാഹത്തിനാണ് ഏറ്റവും ചാൻസ് കുറവ്. അതല്ലാതെ നേരെ തിരിച്ചാണെങ്കിൽ അവിടെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. സാറ് പറഞ്ഞു 5% ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണല്ലേ നല്ലത്. ചോദിച്ചു ശരിയാണ്. ഓക്കെ, ജോർജ് സാർ റെഡിയാവൂ. മനോജ് സാർ, ഉണ്ണികൃഷ്ണൻ സാർ, ഓമന ടീച്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. ജോർജ് സാർ ഓമന ടീച്ചർ പറയൂ. എന്നിട്ട് പറഞ്ഞോളൂ, ഓമന ടീച്ചർ പറയൂ. ഞാന് അഭിമന്യുവിന്റെ കാര്യം ഓർത്തു. സാറ് ആദ്യത്തെ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അഭിമന്യു ആ ഗർഭസ്ഥ ശിശു ആയിരുന്നപ്പം പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു സാധ്യത, സാർ 5% സാധ്യത എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം പ്രഗ്നന്റ് ആയിരിക്കുമ്പം അങ്ങനെ ഒരു സാധ്യത നമുക്ക് പണ്ടേ അറിയാം. പക്ഷെ അത് ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളാരും അത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ശാസ്ത്രീയമായിട്ട് വരുമ്പം അത് ഒരുപാട് പേർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ശരിയാണ്, ഒരു കുട്ടി ജനിക്കുന്നത് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നല്ല. ശരിക്കും ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കുമ്പം തന്നെയാണ് ആ കുട്ടി ജനിക്കുന്നത്. അന്നേരം മുതൽ അതിന് വേണ്ട സാഹചര്യം നമ്മൾ ശരിക്കും കൊടുക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ ജനിക്കാനുള്ള അവകാശം പോലും നമ്മൾ കൊടുത്തില്ല. പിന്നെ ഈ സിസേറിയന്റെ കാര്യം സാർ പറഞ്ഞത്, അതൊരു തരം ഈ ശവസംസ്കാരമൊക്കെ ഭയങ്കര ആർഭാടമാക്കുന്ന പോലെ സിസേറിയനും ഒരു ആർഭാടമാണ്. ഇങ്ങനെ ജാതകം നോക്കി കൃത്യമായിട്ടൊക്കെ സിസേറിയൻ നടത്താൻ കാശുള്ളവർക്ക് അതൊരു ആർഭാടമാണ്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണം കിട്ടുന്നില്ല. കാരണം ആ ഒരു 9 മാസം അവരെന്താ ചെയ്തതെന്ന് അവർക്ക് തന്നെ ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു അങ്ങനെ പണം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ആളുകൾ ചെയ്ത് കാണിക്കും. പക്ഷെ മെന്റലി എത്രത്തോളം അത് പിന്നെ സ്വാംശീകരിച്ചാണ് ചെയ്യുന്നതെന്നുള്ളത് സംശയമാണ്. എൻ്റെ ഫാമിലിയിൽ അമ്മയ്ക്കൊക്കെ വളരെ, എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതലേ ഷുഗറുണ്ട്. അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഷുഗറായിരുന്നു, അമ്മാവന്മാർക്കെല്ലാം ഷുഗറായിരുന്നു. അപ്പം എനിക്കിതുവരെ ഷുഗർ പിടിപ്പിക്കാതെ നോക്കി. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഷുഗറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ അതിനൊരു ബലമുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം. താങ്ക് യു സാർ. പിന്നെ ആ കുട്ടി ചോദിക്കുന്ന ചോദ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളോടും ആ സമയത്ത് ആ കുട്ടി അത് ചോദിക്കേണ്ടതാണ്. എന്നാൽ എല്ലാവരും കുറച്ചും കൂടെ മര്യാദ പിടിച്ചേര്. താങ്ക് യു സാർ. താങ്ക് യു സാർ. പതിവ് പോലെ സനൽ സാർ ഗംഭീര ക്ലാസ് ആയിരുന്നു. അതെ, നമ്മുടെ യാഥാർത്ഥ്യവും
സങ്കല്പവും തമ്മിലുള്ള ഒത്തിരി അകലം ആണ് ഇവിടെ കാണുന്നത് അല്ലേ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുമായ സ്ഥിതിയാണ് ശരിക്കും വ്യക്തമാകുന്നത്. ഇവിടെ ബാക്കി എല്ലാത്തിനും മിനിമം ക്വാളിഫിക്കേഷൻ വേണം, ഏതെങ്കിലും ഒരു പദവി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി വേണമെങ്കിൽ. പക്ഷെ ഒരു പേരൻ്റ് ആകുന്നതിന് ഒരു ട്രെയിനിങ്ങോ ഒരു പ്രത്യേക യോഗ്യതയോ വേണ്ട. അത് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റമാണ്. ഇത്തിരി സ്വഭാവദോഷം ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പെണ്ണ് കെട്ടിക്കാം. അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുക. ചിലത് അതോടുകൂടി തന്നെ വീണ്ടും തൊലയും, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തൊലയും, അല്ലെങ്കിൽ രണ്ടുപേരുടേതും നശിക്കാം, രണ്ട് കുടുംബത്തിൻ്റെതുമായി തീരാം. അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴത്തെ മാറ്റങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തിന് ഇതിനൊക്കെ പാടുപെടണം? ലിവിങ് ടുഗദർ എന്തിനാ ഈ ഇത്ര പാടുപെടണം? എന്നോട് 48 വയസ്സായ ഒരു സ്ത്രീ പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവിന് 70 വയസ്സുണ്ട്. പിന്നെ ഫാമിലിയെ പറ്റി യാദൃശ്യം പറയാനിട വന്നപ്പോഴാണ്, എൻ്റെ ഭർത്താവിന് ഇപ്പോൾ 70 വയസ്സുണ്ട്, രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹമാണ്, കുട്ടികൾ വേണമെന്നൊന്നും ഞങ്ങൾക്ക് ചിന്തയില്ല, എനിക്കിപ്പോൾ 48 വയസ്സായി. അവർ തുറന്നു പറയുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ സങ്കല്പത്തിലുള്ള കാലവും യാഥാർത്ഥ്യവും ഒക്കെ മാറി, നമ്മൾ കാലത്തിനൊത്ത് മാറിയില്ല എന്നൊക്കെ അല്ലേ ശരി. അവർ പറഞ്ഞപ്പോൾ അവർ കുറ്റപ്പെടുത്താനില്ലല്ലോ. നീ ഒരു തലമുറ വേണ്ടേ, അല്ലെങ്കിൽ അതാണോ ശരി ഇതാണോ ശരി എന്ന് നമുക്ക് ചോദ്യം ചെയ്യാനില്ല. കാരണം ഈ സിസ്റ്റം നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണത്. ഇത് സാറ് പറഞ്ഞെല്ലാം ശാസ്ത്രീയമാണ്, അതിനോട് യാതൊരു വിയോജിപ്പുമില്ല, അത് വളരെ ശരിയുമാണ്. അതൊക്കെ എത്ര പാലിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ഞാനും ചിന്തിക്കുന്നത്. പക്ഷേ വേണ്ടത് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോലെ തന്നെ പ്രഗ്നൻസി അതൊരു വാണ്ടഡ് ബെർത്ത് കുട്ടിക്ക് കൊടുക്കണം. ആ പേരൻസിന് ഒരു വാണ്ടഡ് ബെർത്ത് ആയിരിക്കണം. അൺവാണ്ടഡ് ബെർത്ത് ആണ് എങ്കിൽ, അൺവാണ്ടഡ് കാരിയർ സ്റ്റേജ് അമ്മയ്ക്ക് തോന്നിയാൽ ആ കുട്ടിയുടെ ഇമോഷൻസ് ഒക്കെ അതിനോട് ബന്ധപ്പെട്ട് മാറും എന്നൊക്കെ ഇങ്ങനെ സൈക്കോളജിയിൽ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ റിജക്ഷൻ ഒരു ജീവിതം പോലും വെറുത്തു പോകും. ഒരു പക്ഷേ അത് അതിൻ്റെ പര്യവസാനം ഗൗരവത്തിനായി തീരാം. ഒരുപക്ഷെ ആത്മഹത്യക്ക് വരും സാധ്യത വരെ ഉണ്ടെന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയാം. തിരിച്ചറിയാൻ പറ്റുന്ന ഒരു താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചറിയിട്ട് സമൂഹം നന്നാവാനുള്ള ഒരു മാർഗദർശനമാണ്. നന്നായിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനത്തോടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സാർ. താങ്ക് യു. ലോറൻസ് സാറിനെ ഇനി ഞങ്ങൾ UK വിടത്തില്ല. ഓക്കെ, ദെൻ മനോജ് കുമാർ, മേരി മാം, സ്നേഹൃത മാം, നിജേഷ്, ആർക്കെങ്കിലും ലോറൻസ് സാർ എന്തെങ്കിലും പറയുന്നോ? കേൾക്കുന്നില്ലല്ലോ. സനിൽ സാർ നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെ ലോറൻസ് സാർ കേൾക്കുന്നത്. മേരി മാം പറയും. സനിൽ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കുറെ അധികം അറിവുകൾ നേടാൻ സാധിച്ചു. എന്തായാലും ഞങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞു എങ്കിലും മക്കൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ലോറൻസ് സാർ എന്താ പറയാൻ വന്നിരുന്നു? കേൾക്കുന്നില്ല, സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ഇപ്പം മ്യൂട്ടായി പോയി. സൗണ്ട് വരുന്നില്ല സാർ, എന്തോ പ്രശ്നം പറ്റി. മനോജ് ഹലോ കുമാർ. സർ. Yes, സർ, yes, ഞാൻ മനോജ്, വയനാട്. എനിക്ക് പറയൂ. വലിയൊരു നഷ്ടം പറ്റി. എനിക്ക് സാറിന്റെ മുഴുവൻ സെഷൻ കൂടാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കിലായിപ്പോയി വൈകുന്നേരം. എന്തായാലും ഇന്ന് ഞങ്ങൾ സംസാരിച്ചൊരു വിഷയമാണ് ശരിക്കും സാറ്. എൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ ഒരു പാർട്ടിയായിട്ട് നമ്മുടെ ഈ മരുമക്കത്തായ രീതിയിലും അതുപോലെ തന്നെ മുറപ്പെണ്ണിനെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരോട് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും സാറ് ഇന്ന് ആ വിഷയം സംസാരിച്ചു എന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷം. മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല, എന്നാലും കൂടിയ ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ വളരെ നല്ല സന്തോഷം തോന്നി. അതോടൊപ്പം ഒരു നഷ്ടബോധവും ഫുൾ കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷം. സാറിന്റെ ഡെയിലി വരുന്ന മെസ്സേജുകൾ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഞാനും ഒരു കൺസൾട്ടന്റാണ്, വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ സാറിന്റെ ഓരോ മെസ്സേജുകളും വളരെ പഠിച്ച് ആഴത്തിൽ പഠിച്ച് എന്താ പറയുക, ഒരു പഴുതില്ലാത്ത രീതിയിലാണ് സാർ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ പോലുള്ളവർക്കും ആ ഗ്രൂപ്പിലുള്ളവർക്കും വലിയ ഒരു ഉപകാരമാണ് സാറിന്റെ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. മനോജ് സാറിന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ, പറഞ്ഞാലും മതി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഇടാം. ദെൻ സ്നേഹൃത മാം,
ജിജേഷ്. ഓക്കെ, അപ്പൊ നമുക്ക് എൻ്റെ ചെയ്യാം അല്ലേ? സാറിൻ്റെ നമ്പർ ഒന്ന് വന്നോട്ടെ. സാർ, ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് സർ. മനോജ് സാർ നമ്പർ തന്നിട്ടോ? ഓക്കെ. ഞാൻ എൻ്റെ റെക്കോർഡിങ് അയച്ചു തരാം കേട്ടോ. ഓക്കെ, വെരി താങ്ക് യു മനോജ് സാർ. സാർ എവിടെയാ? വയനാടോ? എവിടെയാ? സാർ വയനാട് സാർ, വയനാട് മാനന്തവാടി. മാനന്തവാടി. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു വെൽനസ് രംഗത്താണ്, ന്യൂട്രീഷൻ കൗൺസിലറാണ്. ഈ ആരോഗ്യരംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശരി. ഓക്കെ. നമ്മുടെ പ്ലാറ്റ്ഫോം അറിയുമോ? പ്ലാറ്റ്ഫോം എനിക്ക് കൂടുതൽ അറിയില്ല. സനിൽ സാറുമായിട്ട് ബന്ധമുണ്ട്, 2-3 വർഷമായിട്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ഇത് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം 7 മണിക്ക് ഒരു പ്രോഗ്രാമാണ് ഇതുപോലെ. അത് ശരി, ഡെയിലി ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഡെയിലി ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ. എൻ്റെ ഈ നമ്പർ വാട്സപ്പ് ആണേ. സാർ മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജോർജ് സാറേ, വിശേഷമൊന്നുമില്ല, സുഖം? ഒന്നുമില്ല, സാറേ, സുഖമായിരിക്കും. നമ്മുടെ തിരുക്കുറളിന്റെ സംഗതി ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. കുഴപ്പമില്ല, റെഡിയായല്ലോ?